Yes, welcome, welcome. കാണുന്നുണ്ടല്ലോ നമ്മുടെ തിയറി ക്ലാസ്സിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞല്ലേ. നമ്മുടെ ഓരോ തിയറി ക്ലാസ് നടക്കുമ്പോഴും ആ ദിവസം തന്നെ ഒന്നോ രണ്ടോ മൂന്നോ അതിലധികം വീഡിയോസ് എന്താണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ട് വരുന്നുണ്ട്. സോ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയ തിയറിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലേ. തിയറിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നതാണ് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതുവരെ കുറച്ച് ദിവസമായിട്ട് തിയറി മാത്രം പഠിച്ചില്ലേ, ഇതുവരെ കുറച്ച് ദിവസമായിട്ട് തിയറി മാത്രം പഠിച്ചു. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും തിയറിയും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. സോ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. സോ 17ാമത്തെ ചോദ്യം. The nurse giving oxygen therapy should know that it has to be humidified because of എന്തുകൊണ്ടാ? Oxygen is the hot gas and it may be burn the trachea. Oxygen is the dry gas, it may be the thicken the mucus, and the humidification clears the gases of bacteria. Absorption of oxygen improves. ഏതായിരിക്കും ആൻസർ? ഈ ഒരു ചോദ്യം വന്ന സ്ഥലം പറഞ്ഞാൽ ആദ്യം. ഈ ഒരു ചോദ്യം വന്നത് നമ്മുടെ ഇത് നഴ്സിംഗ് ഫൗണ്ടേഷനിലെ ഓക്സിജൻ തെറാപ്പി എന്ന ഭാഗത്താണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഓരോ ചോദ്യം വരുന്ന സ്ഥലങ്ങളും ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ നഴ്സിംഗ് ഫൗണ്ടേഷനകത്തുള്ള ഓക്സിജൻ തെറാപ്പി എന്നൊരു ഭാഗത്തു നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. സോ നോക്കാം, എന്താണ് ഓക്സിജൻ തെറാപ്പി? എന്തായിരിക്കും ഓക്സിജൻ നോക്കുന്നത്? എന്താ പൾസ് ഓക്സിമീറ്റർ അറിയാമോ? പൾസ് ഓക്സിമീറ്റർ ഇന്ന് ആർട്ടിയിൽ ഓക്സിജൻ സാച്ചുറേഷൻ അസസ് ചെയ്യുന്നത് എന്താ? പൾസ് ഓക്സിമീറ്റർ അല്ലേ? ആർട്ടിയിൽ ഓക്സിജൻ സാച്ചുറേഷൻ SpO2 നോക്കുന്നത് എന്ത് വെച്ചാ? SpO2 നോക്കുന്നത് വെച്ചാൽ പൾസ് ഓക്സിമീറ്റർ വെച്ചല്ലേ? പൾസ് ഓക്സിമീറ്റർ വെച്ചല്ലേ? അല്ലേ? അല്ലേ? അവിടെയാണ് ചോദ്യം. എന്താ അപ്പൊ ഓക്സിജൻ എന്ന് പറയുമ്പോൾ, ഓക്സിജൻ എന്ന വാക്കൾക്ക് ഓക്സിജൻ തെറാപ്പി എന്ന് പറയുമ്പോൾ ഓക്സിജൻ കളർ ഉണ്ടോ? ഓക്സിജന് എന്തെങ്കിലും കളർ ഉണ്ടോ? ഇല്ലാതെ കളർലെസ് ആണ്. സ്മെൽ ഉണ്ടോ? ഓർഡർലെസ് ആണ് ആൻഡ് ടേസ്റ്റ്ലെസ് അല്ലേ? ഓക്സിജൻ എന്ന് പറയുമ്പോൾ ചോദ്യത്തിനകത്ത് ഓക്സിജൻ എന്ന വാക്കുണ്ട്. അപ്പൊ ഓക്സിജനെ കുറിച്ച് പഠിക്കുക. ഓക്സിജൻ എന്ന് പറയുമ്പോൾ കളർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്, അതുപോലെ തന്നെ എന്താണ്? ഓർഡർലെസ് ഗ്യാസ് ആണ്. ബോഡി ഫങ്ഷനെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഓക്സിജൻ എന്ന് പറയും. ശരിയല്ലേ? 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 അലിയസ്, നമ്മൾ സാച്ചുറേഷൻ വാക്കുകൾ, സാച്ചുറേഷൻ അതുണ്ടോ? ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി ഓഫ് ബ്ലഡ്, ബ്ലഡിനകത്ത് ഓക്സിജൻ ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി സാച്ചുറേഷൻ വിളിക്കാറില്ലേ? സാച്ചുറേഷൻ ഇൻഫാനിൽ എത്രയാ? 95%, 95% ഇൻഫാന്റിലെ സാച്ചുറേഷൻ. അതുപോലെ ഇന്ന് ചിൽഡ്രൻസിലും അഡൽട്സിലും 95 തന്നെ വരുന്നുണ്ട്. അത് 91 ആണെങ്കിൽ നിയോനേറ്റ് അല്ലെ? 91 സാച്ചുറേഷൻ വന്നു കഴിഞ്ഞാൽ, 91 സാച്ചുറേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ നിയോനേറ്റിന്റെ ആണ്. അതുപോലെ സാച്ചുറേഷൻ, ഇത് കേരള PC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. സാച്ചുറേഷൻ 60 താഴെ ആയി കഴിഞ്ഞാൽ ആർക്കാണ് ആ ഒരു കണ്ടീഷൻ വരുന്നത്? സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് അല്ലേ? സൈനോട്ടിക് ഹാർട്ട് ഡിസീസിന് എപ്പോഴും സാച്ചുറേഷൻ 60 താഴെയായിട്ട് വരുന്നത്. ഇനി ഒരു കാര്യം, സോഴ്സ് ഓഫ് ഓക്സിജൻ ഏതൊക്കെയാ? ഇതിന്റെ ആൻസർ പറയുന്ന മുമ്പേ സോഴ്സ് ഓഫ് ഓക്സിജൻ ഏതൊക്കെയാ? ഓക്സിജൻ സോഴ്സ് ഏതൊക്കെയാണ്? സിലിണ്ടർ ഉണ്ടോ? ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരും വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലൊക്കെ അറിയാം, വാളിൽ ഈ പറഞ്ഞ പൈപ്പ് ലൈൻസ് ഉണ്ടോ? പൈപ്പ് ലൈൻസ്, വാൾ ഔട്ട്ലെറ്റ്സ് ഉണ്ടോ? ഉണ്ടോടെ? ഉണ്ടല്ലോ. അതുണ്ടോടെ? ഉണ്ടല്ലോടെ. സോ ഏതൊക്കെയാ സോഴ്സ് ഓഫ് ഓക്സിജൻ? ഇപ്പൊ സിലിണ്ടേഴ്സ് ഉണ്ട്, വാൾ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. മറക്കരുത്, ചോദ്യം വരും. സോഴ്സ് ഓഫ് ഓക്സിജൻ 2 ടൈപ്പ് ഉണ്ട്. സിലിണ്ടേഴ്സ് ഉണ്ട്, വാൾ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. സിലിണ്ടേഴ്സ് ആണെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പിലൂടെ അല്ലേ? അല്ലേ? ഇവിടെ ചോദ്യമുണ്ട്, ഓക്സിജൻ സിലിണ്ടർ നമ്മൾ എങ്ങനെ ഓപ്പൺ ചെയ്യും? ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഓക്സിജൻ സിലിണ്ടർ എങ്ങനെ ഓപ്പൺ ചെയ്യും? എപ്പോഴും ഓക്സിജൻ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഓക്സിജൻ സിലിണ്ടർ അത് എം ടി ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ലേബൽ ചെയ്യാറുണ്ട്. എന്താണ് ഈ സിലിണ്ടർ
എം ടി ആണെന്ന് എപ്പോഴും ലേബിൾ ചെയ്യണം. കാരണം ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോയി, പക്ഷെ അടുത്തൊരു സിസ്റ്റർ വന്നിട്ട് അത് എം ടി ആണെന്ന് അറിയാതെ എടുത്തുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല. എപ്പോഴും ഒരു ഓക്സിജൻ സിലിണ്ടർ എം ടി ആയി കഴിഞ്ഞാൽ അവിടെ എം ടി ആണെന്ന് നോട്ട് ചെയ്യണം, മറക്കരുത്. ജോലി കിട്ടുമ്പോൾ മറക്കരുത്, എപ്പോഴും ഒരു ഓക്സിജൻ സിലിണ്ടർ എം ടി ആയി കഴിഞ്ഞാൽ അത് എം ടി ആണെന്ന് നമ്മൾ അവിടെ എഴുതി ഒട്ടിക്കണം. അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഒരു സിസ്റ്റർ ആ ഒരു സിലിണ്ടർ കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ ഓക്സിജൻ അത് ഉണ്ടാകത്തില്ല, പേഷ്യന്റ് ഡെത്ത് വരെ സംഭവിക്കാം. അതുകൊണ്ട് ലേബലിംഗ് മറക്കരുത്. എം ടി ആയി കഴിഞ്ഞാൽ ലേബലിംഗ് മറക്കരുത്. അടുത്ത ചോദ്യം, ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഒരു ഓക്സിജൻ സിലിണ്ടർ ഓപ്പൺ ചെയ്യുന്നത്? ഓക്സിജന്റെ വാൽവ് ഏത് മെത്തേഡില? ആന്റി ക്ലോക്ക് വൈസിലെ പ്രീവിയസ് ചോദ്യമാണ്. ഓക്സിജന്റെ വാൽവ് ഓപ്പൺ ചെയ്തത് ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? അല്ലേ? മറക്കരുത്, ഓക്സിജൻ സിലിണ്ടറിന്റെ വാൽവ് ഓപ്പൺ ചെയ്തത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അതുപോലെ തന്നെ ഒരു ചോദ്യം ചോദിക്കാം, ഓക്സിജൻ സിലിണ്ടറിൽ ഒരു ഹ്യൂമിഡിഫയർ ഉണ്ടോടെ? ഉണ്ടോടെ? ഉണ്ടല്ലോ, സൈഡിൽ ഹ്യൂമിഡിഫയർ ഉണ്ടല്ലോ. അത് എത്ര മണിക്കൂർ ആകുമ്പോൾ ചേഞ്ച് ചെയ്യണം? കാണുന്നുണ്ടോ? ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യം നമ്മളിവിടെ ഡിസ്കസ് ചോദ്യം എന്താ? ഓക്സിജൻ തെറാപ്പി ഏതാണ്? ഹ്യൂമിഡിഫയർ ചോദ്യം എല്ലാം പഠിക്കണം. ഹ്യൂമിഡിഫയർ എപ്പോ ചേഞ്ച് ചെയ്യണം? 24 മണിക്കൂർ കഴിയുമ്പോൾ ഹ്യൂമിഡിഫയർ ചേഞ്ച് ചെയ്യണം. മറക്കരുത്, എപ്പോഴും ഓക്സിജൻ സിലിണ്ടറിന്റെ ഹ്യൂമിഡിഫയർ 24 മണിക്കൂർ ആകുമ്പോൾ ചേഞ്ച് ചെയ്യണം. മറക്കുക കാര്യം? മറക്കുമോ? മറക്കൂടാണെങ്കിലും ഇനി ഈ എത്ര മെത്തേഡുണ്ട് ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി? എത്ര മെത്തേഡുണ്ട്? ഇത് നേസൽ കാത്തീഡർ ഉണ്ടോ? നേസൽ കാത്തീഡർ ഉണ്ടോ? നമ്മുടെ ഇത് നോസ്ട്രിൽസിൽ വയ്ക്കുന്ന നേസൽ കാത്തീഡർ ഉണ്ടല്ലോ അവിടെ. നേസൽ കാത്തീഡർ ഇല്ലേ, അതിന്റെ ഇത് ലെങ്ത് എങ്ങനെ നോക്കും? അതൊരു പ്രീവിയസ് പഴയൊരു എക്സാമ്പിൾ ചോദ്യമാണ്. നേസൽ കാത്തീഡർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ലെങ്ത് എങ്ങനെ മെഷർ ചെയ്യും? നേസൽ കാത്തീഡർ ഒരു പേഷ്യന്റ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലെങ്ത് എങ്ങനെ അസസ് ചെയ്യും? നമ്മുടെ ഇത് നോസ്ട്രിൽസ് തൊട്ട് ട്രാഗസ് വരെ അല്ലേ? നോസ് തൊട്ട് ട്രാഗസ് വരെ പ്രീവിയസ് ചോദ്യമാണ്. നോസിന്റെ സൈഡ് ഓഫ് നോസ് തൊട്ട് ട്രാഗസ് വരെ അസസ് ചെയ്ത ശേഷമാണ് നേസൽ കത്തീഡർ ഇൻസേർട്ട് ചെയ്തത് അല്ലേ? നമ്മുടെ നോസിന്റെ സൈഡ് ഭാഗം തൊട്ട് ട്രാഗസ് വരെ അസസ് ചെയ്തപ്പോൾ നേസൽ കത്തീഡർ ഇൻസേർട്ട് ചെയ്തത്. എല്ലാ നേസൽ കത്തീഡറും ഒരു 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ ആകുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ഹവർലി യെസ് ചേഞ്ച് ചെയ്യാറുണ്ട്. അടുത്ത മെത്തേഡ് നേസൽ ക്യാനിലുണ്ട്. നേസൽ ക്യാനില ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി നേസൽ ക്യാൻ യൂസ് ചെയ്യാറില്ലേ? അത് പ്രീവിയസ് ചോദ്യമാണ്. ഡിസ്പോസബിൾ ആണോ? നേസൽ ക്യാനിൽ എപ്പോഴും ഡിസ്പോസബിൾ ആണ്. നേസൽ ക്യാനോടെ ലെങ്ത് ചോദിച്ചാൽ 1.5 സെന്റിമീറ്റർ ലോങ് ആണ്. നേസൽ ക്യാനിയുടെ ലെങ്ത് ചോദിച്ചാൽ 1.5 സെന്റിമീറ്റർ ലെങ്ത് ആണ്. മാക്സിമം ആയിട്ട് എന്താണ് ഓക്സിജൻ 24 to 44% കൊടുക്കും കേട്ടോ. 24 to 44% വരെ ഇപ്പൊ നേസൽ ക്യാനിലൂടെ ഓക്സിജൻ കൊടുക്കാൻ സാധിക്കും. അടുത്ത മെത്തേഡ് ഉണ്ട്. നേസൽ ക്യാനിൽ കഴിഞ്ഞാൽ അതുപോലെ ഫേസ് മാസ്ക് ആണ്. ഫേസ് മാസ്ക് സിമ്പിൾ ഫേസ് മാസ്ക് കേട്ടോ. അവിടെ ചോദ്യമുണ്ട്, മാക്സിമം എന്താണ് എത്ര കൊടുക്കാൻ പറ്റും? ഫ്ലോ റേറ്റ് ആണ് ഇമ്പോർട്ടന്റ്. ഫേസ് മാസ്കിന്റെ സിമ്പിൾ ഫേസ് മാസ്കിന്റെ ഫ്ലോ റേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 4 മുതൽ 8 അല്ലേ? 4 മുതൽ 8 ലിറ്റർ പെർ മിനിറ്റ് അല്ലേ? 4 മുതൽ 8 ലിറ്റർ പെർ മിനിറ്റ് ആണ് സിമ്പിൾ ഫേസ് മാസ്കിന്റെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. മറക്കരുത്, ചോദ്യം വരും. ഇനി എവിടെയെങ്കിലും ഓക്സിജൻ ഹുഡ് മെത്തേഡ് ഉണ്ടോ? ഓക്സിജൻ ഇൻഫാന്റ് ഹുഡ് മെത്തേഡ് സ്മാൾ ബോക്സിലായിട്ട്
ട്രാൻസ്പാരന്റ് പ്ലാസ്റ്റിക് മെത്തേഡ് the dome ഷേപ്പിലുള്ള കവർ ചെയ്തിട്ടുള്ള the dome shaped കവറിംഗ് ഉള്ള ഓക്സിജൻ മെത്തേഡ് ഉണ്ടോ? ഇൻഫാൻ അല്ലെ? എപ്പോഴും ഇൻഫാന്റ് ഓക്സിജൻ ഫുഡ് എപ്പോഴും ഈ ഇൻഫാന്റ് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഫ്ലോറേറ്റ് നോക്കിക്കഴിഞ്ഞാൽ വെറും 2 ലിറ്റർ പെർ മിനിറ്റ് ആണ്. ഫ്ലോറേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫാന്റിന്റെ ഈ പറഞ്ഞ ഓക്സിജൻ ഫുഡ് മെത്തേഡ് ഫ്ലോറേറ്റ് 2 ലിറ്റർ പെർ മിനിറ്റ് ആണ്. പക്ഷെ അവിടെ ചോദ്യമുണ്ട്, ആ ഫുഡിനകത്ത് ആ ഒരു കുട്ടിയെ കിടത്തുമ്പോൾ എന്ത് പൊസിഷനാണ്? ഇൻഫാന്റ് ദ ഫുഡ് ഓക്സിജൻ ഫുഡ് മെത്തേഡിൽ ഇൻഫാന്റ് കിടത്തുന്ന പൊസിഷനാണ് ഇമ്പോർട്ടന്റ്. ഏതാണ്? സെമി ഫോളേഴ്സ് അല്ലെങ്കിൽ ലാറ്ററൽ പൊസിഷൻ. സെമി ഫോളേഴ്സ് അല്ലെങ്കിൽ ലാറ്ററൽ പൊസിഷനാണ് കിടത്തുന്നത്, മറക്കരുത്. ഇനി എവിടെയെങ്കിലും ഓക്സിജൻ ദ ഫുഡ് മെത്തേഡ് ഫുഡ് 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 സ്മാൾ ബോക്സ് ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ഇൻ ദ ഡോം ഷേപ്പിലുള്ള ഓക്സിജൻ കേട്ടോണ്ടെങ്കിലും മറക്കരുത്. ഫ്ലോറേറ്റ് 2 തന്നെയാണ്, മറക്കരുത്. അവിടെ എപ്പോഴും ലാറ്ററൽ പൊസിഷനിലാണ് കുട്ടി കിടത്തുന്നത്. ഇനി ദ വെഞ്ചോറി മാസ്ക് കേട്ടിട്ടുണ്ടോ? വെഞ്ചോറി മാസ്ക് കേട്ടിട്ടുണ്ടോ? വെഞ്ചോറി മാസ്ക് എവിടെയെങ്കിലും പറയാം, ചോദ്യം വരും. ദ വെഞ്ചുറി മാസ്കിന്റെ ദ ഫ്ലോറൈഡ് എത്രയാ? വെഞ്ചുറി മാസ്കിന്റെ ഫ്ലോറൈഡ് എത്രയാ? 3 to 15 ലിറ്റർ പെർ 3 മുതൽ 15 ലിറ്റർ പെർ മിനിറ്റ് ആണ് വെഞ്ചുറി മാസ്കിന്റെ ഫ്ലോറൈഡ്. മറക്കരുത്, വെഞ്ചുറി മാസ്ക് കേരള PC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. വെഞ്ചുറി മാസ്കിന്റെ ഫ്ലോറൈഡ് എത്രയാ? 3 മുതൽ 15 ലിറ്റർ പെർ മിനിറ്റ് ആണ്. ദ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് ഓക്സിജൻ ഡെലിവറി. ഓക്സിജൻ ഡെലിവറി സിസ്റ്റത്തിന്റെ ദ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഏതെന്ന് ചോദിച്ചാൽ വെഞ്ചുറി മാസ്ക് ആണ്. ഓക്സിജൻ ഡെലിവറി സിസ്റ്റത്തിന്റെ മോസ്റ്റ് ആക്യുറേറ്റ് സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ വെഞ്ചുറി പറഞ്ഞെന്താണ്? വെഞ്ചുറി പറഞ്ഞാടേ വെഞ്ചുറി മാസ്ക് കേട്ടോ, മറക്കരുത്, ചോദ്യം വരും. ഇതാണ് ദ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് ഓക്സിജൻ ഡെലിവറി സിസ്റ്റം ഈസ് വെഞ്ചുറി മാസ്ക് ആണ്. വെഞ്ചുറി മാസ്ക് എപ്പോഴും കുറെ കളർ കോഡിംഗ് ഉണ്ടോടെ. കളർ കോഡിംഗ് ഉണ്ട്. കളർ കോഡിംഗ് അറിയാമോ? കളർ കോഡിംഗ് അറിയാമോ? വെഞ്ചുറി ഡിവൈസ് അല്ലെങ്കിൽ അറിയാമോ? അതിൽ റെഡ് ആണെങ്കിൽ ഒരു 40% കൊടുക്കാറില്ലേ? റെഡ് ആണെങ്കിൽ 40% ഓക്സിജൻ ഡെലിവറി ചെയ്യാറുണ്ട്. യെല്ലോ ആണെങ്കിൽ 35%, ആൻഡ് ഓറഞ്ച് ആണെങ്കിൽ 31%, ദ വൈറ്റ് ആണെങ്കിൽ 28%. മറക്കരുത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഏതാ? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാ? ചോദ്യം ഇതാണ്. The nurse giving oxygen therapy should know that it has to be the humidified because of എന്ന് പറയുമ്പോൾ ചോദ്യത്തിന്റെ ആൻസർ ഏതാ? ഓക്സിജൻ ഈസ് ഡ്രൈ ഗ്യാസ് അല്ലേ? ആൻഡ് thicken the mucosa. ഓക്സിജൻ ഈസ് ഡ്രൈ ഗ്യാസ് ആണ്. that will the thicken the mucosa. പ്രീവിയസ് ചോദ്യമാണ്. ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട എല്ലാ കിട്ടിയോടെ ഓക്സിജൻ എപ്പോഴും ഡ്രൈ ഗ്യാസ് അല്ലേ? ഡ്രൈ ഗ്യാസ് അല്ലേ? ദാറ്റ് വിൽ thicken the mucosa എന്ന കാര്യം അറിയാമല്ലോ. സോ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാം പഠിച്ചു എല്ലാവരും. ഒരു ഉത്തരം കിട്ടുന്ന മുമ്പായിട്ട് നമുക്കൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് വന്ന ചോദ്യമാണ്, ആ ചോദ്യം എങ്ങനെ വന്നു, അവിടെ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളും പഠിച്ചു എല്ലാവരും. യെസ്, കിട്ടിയല്ലോ? യെസ്, കിട്ടിയല്ലോ. സോ അടുത്ത ചോദ്യം ഉടനെ വരട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ എല്ലാവരും. പറയട്ടെ ഇവിടെ. യെസ്, assessment. The step of the nursing process which the following intervention include. Assessment step of the nursing process which of the following intervention include. Taking the blood pressure ആണോ? That determines the level of comfort ആണോ? Counting the respiratory rate ആണോ? All the above ആണോ? Assessment step of the nursing process which following the intervention include. താഴെ പറയുന്നവർ അസസ്മെന്റ് അകത്ത് വരുന്ന ഏതാ? ആദ്യം ചോദിക്കട്ടെ. അസസ്മെന്റ് എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്. എന്തെന്നറിയാമോ? അസസ്മെന്റ് സീക്വൻസ് എന്താ? എല്ലാ കേരള PC എക്സാമിനും ഇവിടെ ചോദിക്കാറുണ്ട്. അസസ്മെന്റ് സീക്വൻസ് എന്താ? ഇൻസ്പെക്ഷൻ,
പാൽപേഷൻ, പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ ആണ്. ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്, പാൽപേഷൻ എന്ന് പറയുമ്പോൾ ഫിംഗർ പാഡ് കൊണ്ട് ടച്ച് ചെയ്ത് നോക്കുന്നത് അല്ലേ. പെർക്കഷൻ എന്ന് പറയുമ്പോൾ ഫിംഗർ ടിപ്പ് കൊണ്ടല്ലേ. പറഞ്ഞത് പാൽപേഷൻ എന്ന് പറയുമ്പോൾ ഫിംഗർ പാഡ് കൊണ്ടും, പെർക്കഷൻ എന്ന് പറയുമ്പോൾ ഫിംഗർ ടിപ്പ് കൊണ്ടും, ഓസ്കൾട്ടേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റെത്ത് കൊണ്ടും ഐഡന്റിഫൈ ചെയ്യുന്നല്ലേ. സോ അസസ്മെന്റ് സീക്വൻസ് എന്താ? ഐ പി പി എൽ, ഇപ്പ ഷോർട്ട് ഫോം എന്താ? ഇപ്പ. ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ. അസസ്മെന്റ് സീക്വൻസ് ചോദിക്കാറുണ്ട്. ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്നത്, പാൽപേഷൻ എന്ന് പറയുമ്പോൾ ഫിംഗർ പാഡ്, ഈ കൈ പാഡ് അല്ലേ, ഫിംഗർ പാഡ് കൊണ്ട് അറിയുന്നത്. പെർക്കഷൻ എന്ന് പറഞ്ഞാൽ ഫിംഗർ ടിപ്പ് കൊണ്ട് അറിയുന്നത്. ഓസ്കൾട്ടേഷൻ എന്ന് പറയുന്നത് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുന്നത്. സോ ദ സീക്വൻസ് ഓഫ് എന്താണ്? അസസ്മെന്റ് കിട്ടിയോ? അവിടെ ഒരു വാക്ക് പറഞ്ഞു, ദ പെർക്കഷൻ. ശരിയല്ലേ? ഞാൻ കാര്യം പറയുമ്പോൾ ഇൻ ഡെപ്ത് ആയിട്ട് എന്ത് പറയും, ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ ബന്ധപ്പെട്ട് എല്ലാം പറയും. എനിക്ക് ഒരു മാർക്ക് പോലും എന്താണ് നഷ്ടപ്പെടുന്ന ഒട്ടും ഇഷ്ടമുള്ള ഒരാളാണ്. അസസ്മെന്റിനകത്ത് ഇൻസ്പെക്ഷൻ പറഞ്ഞു, പാൽപേഷൻ പറഞ്ഞു, പെർക്കഷൻ പറഞ്ഞു, ഓസ്കൾട്ടേഷൻ പറഞ്ഞു. ഇതിൽ എവിടെയെങ്കിലും പെർക്കഷൻ സൗണ്ട്സ് കേട്ടിട്ടുണ്ടോ? പെർക്കഷൻ സൗണ്ട്സ്, ദ ഫ്ലാറ്റ് സൗണ്ട് നമ്മുടെ ബോഡിക്കകത്ത് എവിടെ കാണും, എവിടെ കേൾക്കും? ഫ്ലാറ്റ് സൗണ്ട് ബോഡിക്കകത്ത് എവിടെ കേൾക്കും? ദ മസിൽസിലും ബോൺസിലും. ഫ്ലാറ്റ് സൗണ്ട്, ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലാറ്റ് സൗണ്ട് ബോഡിയിൽ എവിടെ കേൾക്കും? മസിൽസിലും ബോൺസിലും. മസിൽസിലും ബോൺസിലുമാണ് ഫ്ലാറ്റ് സൗണ്ട് കേൾക്കുന്നത്. ആൻഡ് ദ ഡൾ സൗണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടു കാണും. ദ ഡൾ സൗണ്ട് ഇവിടെ കേൾക്കും ലിവറിലല്ലേ. ലിവറിൽ എപ്പോഴും നമ്മൾ പെർക്കഷൻ ചെയ്യുമ്പോൾ സൗണ്ട് ഏതാ? ദ ഡൾ സൗണ്ട്. മസിൽസിലും ബോൺസിലും ആണെങ്കിൽ ഫ്ലാറ്റ് സൗണ്ട് എന്ന് വിളിക്കാം. ലിവറിലാണെങ്കിൽ ദ ഡൾ സൗണ്ട് ഉണ്ടാവല്ലേ. ലങ്സിലാണെങ്കിലോ റെസൊണൻസ് അല്ലേ. റെസൊണൻസ്. യെസ്. അപ്പോൾ ഈ പറഞ്ഞ 4 മെയിൻ ടെക്നിക്സ് അവിടെ ഫിസിക്കൽ എക്സസൈസ് നോക്കുന്ന സമയത്ത് അസസിനകത്ത് വരുന്ന കാര്യം എന്താ എന്ന് വരും? ഈ പറഞ്ഞ ബ്ലഡ് പ്രഷർ നോക്കുന്നതാണോ? എന്തായിരിക്കും ഇവിടെ? അതോ ഇത് ലെവൽ ഓഫ് കംഫോർട്ട് നോക്കുന്നതാണോ? കൗണ്ടിങ് റെസ്പിറേറ്ററി റേറ്റ് നോക്കുന്നതാണോ? അതോ എല്ലാം ഉണ്ടോ? ആൾതേപോലെ ഉത്തരം എന്ന് പറയുന്നത് എപ്പോഴും ഇവ മൂന്നും ഉണ്ടല്ലേ. ആൾതേപോലെ ടേക്കിംഗ് ദ ബ്ലഡ് പ്രഷർ ഉണ്ട്, ലെവൽ ഓഫ് കംഫോർട്ട് നോക്കാറുണ്ട്, കൗണ്ടിങ് റെസ്പിറേറ്ററി റേറ്റ് നമ്മൾ എപ്പോഴും നഴ്സിംഗ് പ്രോസസ്സിലെ അസസ്മെന്റിനകത്ത് എപ്പോഴും നോക്കാറുണ്ട്. കിട്ടിയ കുഞ്ഞെ? കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയോ? കിട്ടുന്നുണ്ടോ ഉത്തരം? എവിടെ കിട്ടുന്നുണ്ടോ? യെസ്. അടുത്ത നോക്കാമോ? അടുത്ത ചോദ്യം നോക്കാമോ? അടുത്ത ചോദ്യം നോക്കാമോ? നോക്കാൻ വേണ്ടി പറഞ്ഞാൽ യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ്. Yes. The long arm, the cast type of the plaster cast is used to treat area. Fracture of the carpal and the metacarpal bones ആണോ? Fracture of radius and ulnar bones ആണോ? Fracture of the metatarsal bones ആണോ? Fracture of the tibia and the fibula bone ആണോ? The long arm cast type plaster നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നു? കാർപ്പലിലും മെറ്റാകാർപ്പലും ആണോ? റേഡിയസിലും അൾനാറിനാണോ? അത് മെറ്റാടാർസലിലാണോ? ടിബിയയിലും ഫിബുലയാണോ? അത് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് അറിയേണ്ട കാര്യം, എന്താ? ആർക്ക് പറയാം? എത്ര മെറ്റാ കാർപ്പൽ ബോൺസ് ഉണ്ട് ബോഡിയിൽ? എത്ര മെറ്റാ കാർപ്പൽ ബോൺസ് ഉണ്ട്? എത്ര മെറ്റാ കാർപ്പൽ ബോൺസ് ഉണ്ട്? ആർക്ക് പറയാം? എത്ര മെറ്റാ കാർപ്പൽ ഉണ്ട്? ഒരു 10 ആണോ? 10 ആണോ? ആണോ? ആണ്. അതിന്റെ കാർപ്പൽ ബോണത്തിലുണ്ട്. കാർപ്പൽ മെറ്റാ കാർപ്പൽ 10 ആണെങ്കിൽ കാർപ്പലത്തിലുണ്ട് 16 ആണോ? 16 ആണോ? 16 ആണോ? യെസ്, 16 അല്ലേ. അപ്പം മെറ്റാ കാർപ്പൽ എത്രയുണ്ട്?
അപ്പൊ 10 എണ്ണവും ആൻഡ് കാർപ്പൽ 16 ഉണ്ട്. ഇനി റേഡിയസ് എത്രയുണ്ട്? റേഡിയസ് എത്രയുണ്ട്? റേഡിയസ് 2 എണ്ണം അല്ലേ? റേഡിയസ് 2 എണ്ണം. ആൻഡ് അൾന എത്രയുണ്ട്? അൾണയും 2 ബോണ്ട് അല്ലേ? അൾണയും 2 ബോണ്ട്. ആൻഡ് മെറ്റാടാർസ് എത്രയുണ്ട്? മെറ്റാടാർസ് എത്രയുണ്ട്? പറ എത്രയുണ്ട്? ചോദിക്കട്ടെ. ടിബി എത്രയുണ്ട്? ടിബി ഫിബില ഹ്യൂമറസ് ഉണ്ടല്ലേ? ഹ്യൂമറസ് 2 ഉണ്ട്, റേഡിയസ് 2 ഉണ്ട്, അള്ള 2 ഉണ്ട്, കാർപ്പൽ 16 ആണ്, മെറ്റാകാർപ്പൽ 10 ആണ്, ഫാലഞ്ചേസ് എത്രയുണ്ട്? 28 ആണോ? 28 ആണോ? ആണ്. ഇത് ടിബിയ എത്രയുണ്ട്? ടിബിയ എത്രയുണ്ട്? 2 അല്ലേ? ടിബിയ 2. റേഡിയസ് ആണെങ്കിലോ എത്രയുണ്ട്? റേഡിയസ് 2 ഉണ്ടോ? ഉണ്ടല്ലേ? അള്ളയാണെങ്കിലോ? ഉണ്ട്. സിഗ്നൽ കാര്യം. ഇനി അറിയേണ്ട കാര്യം, മെയിൻ ആണ് അറിയേണ്ട കാര്യം, ഈ പറഞ്ഞ എന്താണ് ഇതിന്റെ ഉത്തരം അറിയാമോ? ഉത്തരം ദ ലോങ് ആം കാസ്റ്റ് ടൈപ്പ് പ്ലാസർ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ആരിലായിരിക്കും? ഇറ്റ് ഈസ് ഫ്രാക്ചർ ഓഫ് റേഡിയസ് ആൻഡ് അൾനാർ ബോണ്ട് അല്ലേ? റേഡിയസും അൾനാർ ബോണ്ടിന്റെ ഫ്രാക്ചറിൽ നമ്മൾ എപ്പോഴും ദ ലോങ് ആം കാസ്റ്റ് ടൈപ്പ് പ്ലാസർ എപ്പോഴും യൂസ് ചെയ്ത പ്രീവിയസ് ചോദ്യമാണ്. ദ ലോങ് ആം കാസ്റ്റ് ടൈപ്പ് പ്ലാസർ എപ്പോഴും യൂസ് ചെയ്യാറില്ല. ആരിലാണ്? ഈ പറഞ്ഞ ഫ്രാക്ചർ ഓഫ് റേഡിയസും അൾനാറുമാണ്. ഫ്രാക്ചർ ഓഫ് റേഡിയസിലും അൾനാറും എപ്പോഴും ലോങ് കാസ്റ്റ് പ്ലാസർ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചോദ്യം എന്താ പറഞ്ഞത് മസ്കുളിൽ ചോദിക്കാറുണ്ട്. പ്രീവിയസ് ചോദ്യമാണ്, മറക്കരുത്. ചോദ്യം വരും. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് കോമൺ സൈഡ് എഫക്ട് ഓഫ് IUCD ഇൻസേഷൻ എന്തായിരിക്കും? മോസ്റ്റ് കോമൺ സൈഡ് എഫക്ട് ഓഫ് IUCD ഇൻസേഷൻ എന്താ? ബ്ലീഡിങ് ആണോ? ഇത് പെയിൻ ആണോ? ഇത് പെൽവിക് ഇൻഫെക്ഷൻ ആണോ? അത് എക്ടോപിക് പ്രഗ്നൻസി ആണോ? മോസ്റ്റ് കോമൺ സൈഡ് എഫക്ട് ഓഫ് IUCD എന്താ? IUCDയുടെ മോസ്റ്റ് കോമൺ സൈഡ് എഫക്ട് എന്താ? ഈ ഒരു ചോദ്യം വന്ന സ്ഥലം എവിടെയാണ്? ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിലാണോ? ഈ ഒരു ചോദ്യം വന്ന സ്ഥലം എവിടെയാണ്? കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണോ? അപ്പോൾ നമ്മൾ പഠിക്കണം, IUCD പഠിക്കുന്ന ഫസ്റ്റ് ആയിട്ട് കാര്യം കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയുണ്ട്? ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഉണ്ടോ? ഇൻട്രായൂട്രൈൻ ഡിവൈസ് പ്രധാനമായിട്ടും നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ ദ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് എപ്പോഴും ദ 2 ടൈപ്സ് ആണ്. സ്പേസിംഗ് മെത്തേഡ് എന്നും ദ ടെർമിനൽ മെത്തേഡ് എന്ന് പറയും. പ്രധാനമായിട്ടും കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് 2 ടൈപ്പ് ആണ്. സ്പേസിംഗ് മെത്തേഡ് എന്നും ഈ പറഞ്ഞ ദ ടെർമിനൽ മെത്തേഡ് എന്ന് വിളിക്കാം. ഈ സ്പേസിംഗ് മെത്തേഡിനകത്ത് എപ്പോഴും ഈ പറഞ്ഞ ഇൻട്രായൂട്രൈൻ ഡിവൈസും ദ ഹോർമോണൽ മെത്തേഡ്സും ദ പോസ്റ്റ് കൺസെപ്ഷൻ മെത്തേഡ്സും ബാരിയർ മെത്തേഡ്സും. ബാരിയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കട്ടെ? ദ കോണ്ടോം ആൻഡ് ഡയഫ്രം അല്ലേ? ബാരിയർ എന്ന വാക്ക് കേട്ട് പഠിക്കേണ്ട. അവിടെ പ്രധാനമായിട്ടും വരുന്നത് ദ കോണ്ടോം ആൻഡ് ഡയഫ്രം ഒക്കെ അല്ലേ? സോ മറക്കരുത്, കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ചോദ്യം വന്നു, മോസ്റ്റ് കോമൺ സൈഡ് എഫക്ട് ഓഫ് ദ ഇൻട്രായൂട്രൈൻ ഡിവൈസ് ചോദ്യം വന്നെങ്കിൽ ആ ഒരു ചോദ്യം വന്നത് ഇത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ നിന്നും കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ചോദ്യം വന്നിട്ടുള്ളത്. അതിനകത്ത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പ്രധാനമായിട്ടും 2 ടൈപ്പ് ഉണ്ട്. സ്പേസിംഗ് മെത്തേഡ് എന്നും ടെർമിനൽ മെത്തേഡ് എന്ന് വിളിക്കാം. അതിനകത്ത് സ്പേസിംഗ് മെത്തേഡിനകത്ത് വരുന്ന കാര്യം ഏതൊക്കെയാ? ബാരിയർ മെത്തേഡ്. ശരിക്കും പറഞ്ഞാൽ കോണ്ടോം ആൻഡ് ഡയഫ്രം എപ്പോഴും ബാരിയർ മെത്തേഡാണ്. ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ഉണ്ട്, ഹോർമോണൽ മെത്തേഡ്സ് ഉണ്ട്, പോസ്റ്റ് കൺസെപ്ഷൻ മെത്തേഡ്സ് ഉണ്ട്. ഇനി ടെർമിനൽ മെത്തേഡ് ഏതൊക്കെയുണ്ട്? മെയിൽ സ്റ്റെറിലൈസേഷനും ഫീമെയിൽ സ്റ്റെറിലൈസേഷനും. ടെർമിനൽ മെത്തേഡ് വരുന്ന 2 കാര്യം ഏതൊക്കെയാ? മെയിൽ സ്റ്റെറിലൈസേഷനും ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ വരുന്ന എവിടെയാ? ടെർമിനൽ മെത്തേഡാണ്. ഇതിനകത്ത് സ്പേസിംഗ് മെത്തേഡിനകത്ത് വരുന്ന ഇൻട്രായൂട്രൈൻ ഡിവൈസ് പ്രീവിയസ് ചോദ്യമാണ്. നമുക്ക് അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയി പഠിക്കട്ടെ. ചോദ്യം കണ്ടതേ ഉള്ളൂ. സൈഡ് എഫക്ട് അല്ലേ? IUCD സൈഡ് എഫക്ട് അതിന് ചോദ്യം. പക്ഷെ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കുക. കാരണം നിങ്ങളുടെ മുമ്പിലുള്ള സമയം വളരെ കുറച്ചാണ്. ആ സമയം എന്റെ സമയത്തിലാണ് പഠിക്കുന്നത്. പഠിക്കുക. ഫസ്റ്റ് ജനറേഷൻ ഓഫ് IUD എന്താ? ഫസ്റ്റ് ജനറേഷൻ ഓഫ് IUD ഇൻട്രായൂട്രൈൻ ഡിവൈസസിനകത്ത് ഫസ്റ്റ് ജനറേഷൻ ഓഫ് IUD എന്ന് പറഞ്ഞാൽ എന്താ? നോൺ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡിവൈസ് ഇൻസേർട്ട് അല്ലേ? പോളിയെത്തിലീനും
പോളിമറും കൊണ്ടുള്ള ലൂപ്സ് കോയിൽസ് സ്പ്രിങ്സ് റിങ്സ് കേട്ടോ. ലൂപ്സ് എന്നും സ്പ്രിങ്സ് എന്നും കോയിൽസ് എന്ന് പറയുന്നുണ്ടോ ഡിഫറന്റ് ഷേപ്പിലുള്ള പോളിയെത്തിലീനും പോളിമറും കൊണ്ടുണ്ടാക്കിയ നോൺ മെഡിക്കേറ്റഡ് സബ്സ്റ്റൻസ് ഈസ് എവിടെയാ ഫസ്റ്റ് ജനറേഷനിലെ ലിപ്പിസ് ലൂപ്പ് അല്ലേ കേട്ടോ. ലിപ്പിസ് ലൂപ്പ് എന്നാണെങ്കിലും ലിപ്പിസ് വരുന്നുണ്ടോ. അപ്പൊ ലിപ്പിസ് ലൂപ്പ് വരുന്ന ജനറേഷൻ ഏതാ ഫസ്റ്റ് ജനറേഷൻ ഓഫ് IUCD. ലിപ്പിസ് ലൂപ്പ് വരുന്ന ജനറേഷൻ ഏതാ ഫസ്റ്റ് ജനറേഷൻ ഓഫ് IUCD ലിപ്പിസ് ലൂപ്പ് വരുന്നത്. അവിടെ ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലിപ്പിസ് ലൂപ്പിന്റെ ഷേപ്പ് എന്താ ഡബിൾ എസ് ഷേപ്പ് ആണ്. ലിപ്പിസ് ലൂപ്പിന്റെ ഷേപ്പ് എന്താ ഡബിൾ എസ് ഷേപ്പ് ആണ് ലിപ്പിസ് ലൂപ്പിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ ഇൻട്രാ യൂട്രൈൻ ഡിവൈസിനകത്ത് ഫസ്റ്റ് ജനറേഷനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? ലിപ്പിസ് ലൂപ്പ് ഉണ്ടായിരുന്നു, സ്പ്രിങ്സ് ഉണ്ടായിരുന്നു, കോയിൽസ് ഉണ്ടായിരുന്നു, റിങ്സ് ഉണ്ടായിരുന്നു. ഇവയെല്ലാം എന്താ നോൺ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പോളിയെത്തിലീനോ പോളിമറോ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളായിരുന്നു. ലിപ്പിസ് ലൂപ്പും ഈ പറഞ്ഞ ഫസ്റ്റ് ജനറേഷനകത്തുള്ള സാധനങ്ങളല്ല. സെക്കൻഡ് ജനറേഷനായപ്പോ എന്ത് വന്നു? വീണ്ടും അവിടെ ചോദ്യമുണ്ട്. എല്ലാവർക്കും അറിയാം സെക്കൻഡ് ജനറേഷൻ ഓഫ് IUCDക്ക് എന്ത് വന്നു? 1970 ആയപ്പോൾ IUCD ഉണ്ടാക്കാൻ വേണ്ടി കോപ്പർ അല്ലെ ആന്റി ഫെർട്ടിലിറ്റി എഫക്റ്റോട് കൂടി കോപ്പർ കൊണ്ടുവന്നു. കോപ്പർ അത് പ്രധാനമായിട്ട് സെക്കൻഡ് ജനറേഷൻ വരുന്നത് എന്തൊക്കെയാ? കോപ്പർ 7ഉം കോപ്പർ T200 ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. പിന്നെ ശേഷമല്ലേ ഈ പറഞ്ഞ കോപ്പർ 7ഉം കോപ്പർ T200 ഒക്കെ മാറി നിങ്ങൾക്ക് അറിയാവുന്ന പേരായ TC കോപ്പർ 220C, കോപ്പർ 380A ആൻഡ് നോവ ടി എന്ന് പറയുന്ന ഇത്രയും സംഭവങ്ങൾ ഏതൊക്കെയാ? TUC കോപ്പർ 220Cയും ആൻഡ് കോപ്പർ 380Aയും ആൻഡ് നോവ ടിയും വന്നത് സെക്കൻഡ് ജനറേഷൻ ഓഫ് IUCDക്കകത്താണ്. ഇനി സെക്കൻഡും കഴിഞ്ഞു, ഫസ്റ്റും കഴിഞ്ഞു, സെക്കൻഡും കഴിഞ്ഞു. തേർഡ് ജനറേഷനായപ്പോ എന്ത് വന്നോടെ? ഹോർമോൺസിനെ ബേസ് ചെയ്തുകൊണ്ട് എപ്പോഴും പ്രൊജസ്ട്രോണെ ബേസ് കൊണ്ട് സംഭവം എന്തൊക്കെയാണ്? എന്താണ് ഇത്? LNG20 T ഷേപ്പിലുള്ള IUCD 20 mg ഉള്ള ലിവോനോർജസ്ട്രോൾ ഉള്ള T ഷേപ്പിലുള്ള LNG20 IUCD വന്നത് തേർഡ് ജനറേഷൻ ആണ്. എപ്പോഴാണ് അത് നിങ്ങൾക്ക് അറിയാവുന്ന അറിഞ്ഞൂടാ? ഇൻസേഷൻ എപ്പോഴാ? IUCD ഇൻസേഷൻ എപ്പോഴാ? മെൻസ്ട്രേഷൻ സമയത്താണോ? ഡ്യൂറിംഗ് ദ മെൻസ്ട്രേഷൻ or within the 10 days of the beginning of menstrual അല്ലെ? മെൻസ്ട്രൽ പീരീഡിന്റെ ഫസ്റ്റ് 10 ദിവസത്തിനകത്തോ അല്ലെങ്കിൽ മെൻസ്ട്രൽ സമയത്തുമാണ് എപ്പോഴും ഈ പറയുന്ന ഇൻസേഷൻ നടക്കുന്നത്. ക്ലിയർ ആയോ? അവിടെ ചോദ്യങ്ങളുണ്ട്. മെയിൽ സ്റ്റെറിലൈസേഷൻ പറഞ്ഞ പേരെന്താ? മെയിൽ സ്റ്റെറിലൈസേഷൻ നോസ് വാസക്ടമി അല്ലേ? വാസക്ടമി The male sterilization is known as vasectomy എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ എന്താ? നമ്മുടെ ചോദ്യമാണ് ദ മോസ്റ്റ് കോമൺ സൈഡ് എഫക്ട് എന്താ? ഞാൻ ഇത്രയും എല്ലാം പറഞ്ഞെങ്കിൽ സൈഡ് എഫക്ട് പറഞ്ഞില്ല. IUCD ഇൻസേർട്ട് ചെയ്യുമ്പോൾ സൈഡ് എഫക്ട് എന്തായിരിക്കും? ബ്ലീഡിങ്. ഉത്തരം എന്താ? ബ്ലീഡിങ് ആണ് IUCD ഇപ്പൊ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മേജർ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് ബ്ലീഡിങ് ആണ്. അപ്പോൾ ഒരു ചോദ്യം, പല ആൻസറുകൾ, പല ഉത്തരങ്ങൾ പഠിച്ചോളൂ. പഠിക്കുന്നുണ്ടോ? നെക്സ്റ്റ് ചോദ്യം നോക്കാമോ? Which of the following is included in the daily meals of the supplement of the protein? Which of the following is included in the daily meals of the supplement of protein? Vegetables ആണോ, ദാൽ ആണോ, പൊട്ടറ്റോസ് ആണോ, or the ghee ആണോ? ന്യൂട്രീഷൻ ചോദ്യമാണ്. ന്യൂട്രീഷൻ ടോപ്പിക് ചോദ്യമാണ്. എന്തായിരിക്കും ഇവിടെ? ആർക്കറിയാം? Which one of the following is? ഒരു കാര്യം പറയാനുണ്ട്. തൊട്ടുമുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ, ഈ പറഞ്ഞ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു. അത് എല്ലാ എക്സാമിലായിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും മിഷൻ പരിവാർ വികാസ് കേട്ടുണ്ടോ? എവിടെയെങ്കിലും മിഷൻ പരിവാർ വികാസ് ഫാമിലി പ്ലാനിങ് ഇംപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ഇത് 7 സ്റ്റേറ്റുകളിൽ എന്താണ്
ഹൈലി ഫെർട്ടിലിറ്റി നടത്തിയ സംഭവം എന്താ? മിഷൻ പരിവാർ വികാസ് ആണ്. ഫാമിലി പ്ലാനിങ് ഇംപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 145 എന്താണ് ഈ പറഞ്ഞ 7 സ്റ്റേറ്റിനകത്ത് 140 സ്ഥലങ്ങളിൽ എന്താണ് ഹൈലി ഫെർട്ടിലിറ്റി സ്പ്രെഡ് ചെയ്തതാണ് എന്താണ് മിഷൻ പരിവാർ. അന്താര പ്രോഗ്രാം കേട്ടോ. കഴിഞ്ഞ ചോദ്യവുമായി ബന്ധപ്പെട്ട് അന്താര പ്രോഗ്രാം ANTARA അന്താര പ്രോഗ്രാം ഇൻജക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ്സ് അല്ലേ? ഇന്ത്യയിലെ 145 ഡിസ്ട്രിക്റ്റിലോട്ട് ഇൻജക്റ്റബിൾ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് കൊണ്ടുവന്ന പ്രോഗ്രാമിന്റെ പേരെന്താ? ഇന്ത്യയിലെ 145 ഡിസ്ട്രിക്റ്റിലോട്ട് ഇൻജക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് കൊണ്ടുവന്ന പ്രോഗ്രാമിന്റെ പേര് വെച്ചാൽ അന്താര പ്രോഗ്രാം എന്ന് വിളിക്കാം. ചോദിക്കാതിരിക്കാം, അതൊക്കെ അവരോട് ഇഷ്ടമാണ്. പക്ഷെ പഠിക്കേണ്ടത് നിങ്ങളറിയില്ലേ? സോ അടുത്ത എന്താ? Which one of the following is included in the daily meals of the supplement of the protein? Vegetables ആണോ, ദാലാണോ, പൊട്ടറ്റോ ആണോ, അത് ഗീ ആണോ? ഏതാണ്? 21 ചോദ്യം എന്താണ്? പ്രോട്ടീൻ ഉള്ളത് ഏതാ? വെജിറ്റബിൾ, ദാൽ, പരിപ്പാണോ? പരിപ്പ്, ദാൽ എന്ന് പറഞ്ഞ പരിപ്പ് ആണ്. ഏതാണ്? അവിടെ ഒരു ചോദ്യമുണ്ട്. പ്രോട്ടീൻ, ഒരു പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അത് എത്ര, 1 ഗ്രാം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എത്ര കാലറി പ്രോട്ടീൻ? പ്രീവിയസ് ചോദ്യമാണ്. 1 ഗ്രാം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എത്ര കാലറി പ്രൊവൈഡ് ചെയ്യും? 4 പ്രീവിയസ് ചോദ്യ പേപ്പർ കണ്ടു കാണും. 1 ഗ്രാം പ്രോട്ടീൻ 4 കാലറി ഉണ്ടായിരിക്കും. 1 ഗ്രാം പ്രോട്ടീനകത്ത് 4 കാലറി എന്താണ് ഈ പറഞ്ഞ എന്തുണ്ടായിരിക്കും? എനർജി ഉണ്ടായിരിക്കും അല്ലേ? ഇനി പ്രോട്ടീന്റെ ഡയഷൻ വീണ്ടും ചോദിക്കട്ടെ, ഉത്തരത്തിൽ ചോദിക്കുകയാണ്. പ്രോട്ടീൻ ഡയഷൻ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ മൗത്തിൽ നടക്കും. ഫുഡ് ചവച്ചരച്ച് കഴിക്കുമ്പോൾ മൗത്തിനകത്ത് പ്രോട്ടീന്റെ ഡയഷൻ നടക്കൂടെ? ഇല്ലല്ലോ, ഇല്ല. ഒരിക്കലും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ, ഫുഡ് ചവച്ചരച്ച് കഴിക്കുമ്പോൾ പ്രോട്ടീൻ ഡയഷൻ മൗത്തിൽ നടക്കില്ല. പിന്നെ നടക്കും സ്റ്റൊമക്കിലും ഇൻഡസ്ട്രിയിലുമാണ്. എപ്പോഴും പ്രോട്ടീന്റെ ഡൈജഷൻ സ്റ്റൊമക്കിലും ആൻഡ് ഇൻഡസ്ട്രിയിലുമാണ് നടക്കുന്നത്. മറക്കരുത്. പ്രോട്ടീൻ ഡയഷൻ എപ്പോഴും സ്റ്റൊമക്കിലും പിന്നെ എവിടെയാ പറഞ്ഞേ? ന്യൂട്രീഷൻ പഠിക്കും. എന്റെ ക്ലാസ് എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ പറയുമ്പോൾ എന്താണ്, വേണമെങ്കിൽ പാസ്സാവും എന്നല്ല, പഠിക്കുക, ഉറപ്പായിട്ടും പാസ്സാവും. അങ്ങനെ തിരികെ കാണുന്നുണ്ടോ? വളരെ ഇൻഡെപ്ത് പഠിപ്പിക്കുന്നത്. പറഞ്ഞേ. പ്രോട്ടീൻ ഡയഷൻ ഒരിക്കലും മൗത്തിൽ നടക്കുക. പ്രോട്ടീൻ ഡയഷൻ മൗത്തിൽ നടക്കാറില്ല. പിന്നെ എവിടെ നടക്കും? സ്റ്റൊമക്കിലും ഇൻഡസ്ട്രിയിലും മാത്രമാണ്. അവിടെ വീണ്ടും ചോദ്യമുണ്ട്. സ്റ്റൊമക്കിൽ പ്രോട്ടീന്റെ ഡൈജസ്റ്റ് ആക്കുന്ന ആരാ? പെപ്സിൻ ആണോ? സ്റ്റൊമക്കിൽ പ്രോട്ടീന്റെ ഡൈജഷൻ സഹായിക്കുന്ന പെപ്സിൻ ആണ്. ആണോടെ? സ്റ്റൊമക്കിൽ പ്രോട്ടീന്റെ ഡൈജഷൻ സഹായിക്കുന്ന പെപ്സിൻ ആണ്. പെപ്സിൻ. ഇൻഡസ്ട്രിയിൽ ആണെങ്കിലോ? സഹായിക്കും ട്രിപ്സിനും കൈമോട്രിപ്സിനും അല്ലേ? സ്മാൾ ഇൻഡസ്ട്രിയിനകത്തുള്ള 2 പേരൊക്കെയാ ട്രിപ്സിനും കൈമോട്രിപ്സിനും. ഇൻഡസ്ട്രിയിൽ വെച്ച് പ്രോട്ടീൻ സഹായിക്കും. അതേസമയം സ്റ്റൊമക്കിലാണെങ്കിൽ പെപ്സിൻ. സ്റ്റൊമക്കിൽ വെച്ച് പ്രോട്ടീന്റെ ഡൈജഷൻ സഹായിക്കുന്ന പെപ്സിൻ എന്ന് വിളിക്കാം. അതേസമയം ഇൻഡസ്ട്രിയിൽ വെച്ചാണെങ്കിൽ ആരാടെ? ട്രിപ്സിനും കൈമോട്രിപ്സിനും. ഇൻഡസ്ട്രിയിൽ വെച്ചല്ലേ? ട്രിപ്സിനും കൈമോട്രിപ്സിനും ഇൻഡസ്ട്രിയിൽ വെച്ചും സ്റ്റൊമക്കിൽ വെച്ചാണെങ്കിൽ പെപ്സിനുമാണെന്ന കാര്യം മറക്കരുത്. ഈ ഒരു ചോദ്യം പ്രീവിയസ് ചോദ്യമാണ്. പക്ഷെ നമ്മൾ കണ്ട ചോദ്യം എന്താണ് ചോദ്യം? ഈ പറഞ്ഞ which of the following included in the daily meals of the supplement of the protein അല്ലേ? അവളുടെ ഉത്തരം ഏതാ? അവളുടെ ഉത്തരം ദാലാണല്ലേ? ദാൽ, പരിപ്പാണ് ഇവിടത്തെ ഉത്തരമെങ്കിലും. പക്ഷെ എനിക്ക് പറയാനുള്ള 2 ചോദ്യം എന്താ? പ്രോട്ടീൻ ഡയഷൻ ഒരിക്കലും നമ്മുടെ മൗത്തിൽ നടക്കാറില്ല. സ്റ്റൊമക്കിലും ഇൻഡസ്ട്രിയിലും വെച്ചാണ്. സ്റ്റൊമക്കിൽ പ്രോട്ടീൻ ഡയഷൻ സഹായിക്കുന്ന പെപ്സിനാണ്. ഇൻഡസ്ട്രിയിലാണ് ട്രിപ്സിനും കൈമോട്രിപ്സിനുമാണെന്ന കാര്യം ഒരിക്കലും മറക്കൽ ചോദ്യം വരും. കിട്ടിയോ? അടുത്ത ചോദ്യം കിട്ടിയോ? നെക്സ്റ്റ് ചോദ്യം കിട്ടിയോ? കിട്ടി. അടുത്ത നോക്കാമോ? നെക്സ്റ്റ് നോക്കാമോ?
പറഞ്ഞു നോക്കട്ടെ. ആരൊക്കെ ഈ ഒരു ക്ലാസ് പഠിക്കുന്നു അവരെല്ലാവരും എൻ്റെ ഈ ഒരു യൂട്യൂബ് വീഡിയോക്കകത്ത് താഴെ വന്ന് നിങ്ങൾ ഇത് പഠിച്ചു എന്ന് കമന്റ് ചെയ്യണം. എനിക്കറിയണം ഈ ഒരു വീഡിയോ ആരൊക്കെ പഠിച്ചു എന്ന്. കാരണം ഒരു ക്ഷമ വേണം. ഒരു കാര്യം പഠിക്കുമ്പോൾ ക്ഷമയോടെ പഠിക്കുക. ചാടിക്കേറി എല്ലാം പഠിക്കാൻ ശ്രമിക്കരുത്. ക്ഷമയോടെ പഠിക്കുന്ന ആൾക്കാർ ആരൊക്കെ ഈ ഒരു ക്ലാസ് ഞാൻ പഠിച്ചു, സാർ ഞാൻ പഠിച്ചു എന്നൊരു കമന്റ് ഇടണം. എനിക്ക് അറിയണം ഇതിൽ ആരൊക്കെ റാങ്കോടെ പാസ്സാവുന്നു. എനിക്കറിയണം ഇതൊക്കെ ആരൊക്കെ റാങ്കോടെ പാസ്സാവും. എനിക്ക് ഉറപ്പായിട്ടും അറിയാം. മറക്കരുതേ. ചോദ്യം ചോദിക്കൂടെ. നെക്സ്റ്റ് ചോദ്യം. The clinical parameter for assessing the degree of hypoxia at the birth. Respiratory rate ആണോ, the color of skin ആണോ, heart rate ആണോ, muscle tone ആണോ? Important, the clinical parameter for assessing the degree of hypoxia at birth ഏതാ? Hypoxia assess ചെയ്ത പാരാമീറ്റർ ബർത്തിൽ ഏതാ? റെസ്പിറേറ്ററി ആണോ, കളർ ഓഫ് സ്കിൻ ആണോ, ഹാർട്ട് റേറ്റ് ആണോ, മസിൽ ടോൺ ആണോ? അറിയേണ്ട ഫസ്റ്റ് കാര്യം ചോദ്യം വന്നിരിക്കുന്നത് ദ പീഡിയാട്രിക്കിൽ നിന്നും ഇനിഷ്യൽ കെയർ ഓഫ് ന്യൂബോൺ എന്ന ചാപ്റ്ററിനകത്താണ്. ചോദ്യം വന്നിരിക്കുന്നത് പീഡിയാട്രിക്കിനകത്ത് നിന്നും ഇനിഷ്യൽ കെയർ ഓഫ് ന്യൂബോണിനകത്താണ്. ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ഇനിഷ്യൽ കെയർ ആയിട്ട് നമ്മൾ എന്താ ചെയ്യും? ആദ്യം ആഫ്റ്റർ ബർത്തിന് ശേഷം ഫസ്റ്റ് എയർവേ ക്ലിയർ ചെയ്യല്ലേ? എയർവേ ക്ലിയർ ചെയ്യാറുണ്ട് ഫസ്റ്റ് കാര്യം. സെക്കൻഡ് എന്താ? അബ്ഗാർ സ്കോർ നോക്കാറുണ്ട്. തേർഡ് എന്താ? അംബ്ലിക്ക് കോഡ് കട്ട് ചെയ്യാറുണ്ട്. ഫോർത്ത് എന്താ? ആ കുട്ടിയെ എന്താ റാപ്പ് ചെയ്യാറില്ലേ? മൂടാറില്ലേ? ഉണ്ട്. അഞ്ചാം എന്താ? എന്താ മെഡിക്കേഷൻ വൈറ്റമിൻ കെയും BCG ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാറുണ്ട്. ഇനിഷ്യൽ കെയർ ഓഫ് ന്യൂബോർണിനകത്ത് ഫസ്റ്റ് വരുന്ന കാര്യം കുട്ടിയുടെ എയർവേ ക്ലിയർ ചെയ്യണം അല്ലേ? അബ്ഗാർ സ്കോർ നോക്കണം, അംബ്ലിക്ക് കോഡ് കട്ട് ചെയ്യണം, കുട്ടി റാപ്പ് ചെയ്യണം, മെഡിക്കേഷനായ വൈറ്റമിൻ കെയും BCGയും കൊടുക്കണം. അവിടെ ഈ കുട്ടിയുടെ എയർ ക്ലിയർ ചെയ്യുന്ന പൊസിഷൻ എന്താ? വീണ്ടും ചോദ്യം വരും. ഒരു കുട്ടിയുടെ എയർ ക്ലിയർ ചെയ്ത പൊസിഷൻ എന്താ? ഹെഡ് ലോ പൊസിഷൻ. ഹെഡ് ലോ വെച്ച പൊസിഷൻ ആണോ? ഉണ്ടല്ലേ ഹെഡ് ലോ ചെയ്ത് ആണ്. ഇനി ഇവിടെ ചോദ്യം എന്താ? ദ ഡിഗ്രി ഓഫ് ഹൈപ്പോക്സിയ നോക്കുന്നതാ. അവിടെയാണ് അബ്ഗാർ സ്കോർ എന്ന കാര്യം പറയുന്നത് അല്ലേ? അവിടെയാണ് നമ്മൾ ക്ലിനിക്കൽ പാരാമീറ്റർ ആയിട്ട് അസസ് ചെയ്യാൻ വേണ്ടി അബ്ഗാർ സ്കോർ നോക്കുന്നത്. ശരിയല്ലേ? അവിടെയല്ലേ ദ ക്ലിനിക്കൽ പാരാമീറ്റർ ആയിട്ട് അബ്ഗാർ സ്കോർ നോക്കുന്നത്. റെസ്പിറേറ്ററി റേറ്റ് ആയാലും ഹാർട്ട് റേറ്റ് ആയാലും മസിൽ ടോൺ ആയാലും സ്കിൻ കളർ ആയാലും എന്തും വരുന്ന എവിടെയാ? അബ്ഗാർ സ്കോർ. കുട്ടി ജനിച്ച് ആഫ്റ്റർ ബർത്ത് ശേഷം നോക്കുക അബ്ഗാർ സ്കോർ അല്ലേ? അപ്പൊ ഈ ഒരു ചോദ്യം വന്ന ദ ക്ലിനിക്കൽ പാരാമീറ്ററിനെ കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടി വരണം അബ്ഗാർ സ്കോറിനാൽ ചോദ്യം വന്നിരിക്കുന്നത്. റൈറ്റ് ഓർ റോങ്? എങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അബ്ഗാർ സ്കോർ കണ്ടുപിടിച്ചേരാ. ദ വിർജീനിയ അബ്ഗാർ അല്ലേ? അബ്ഗാർ സ്കോർ കണ്ടുപിടിച്ചാലുള്ള പേരെന്താ? വിർജീനിയ അബ്ഗാർ. വർഷം ഏതാ? 1952 വിർജീനിയ അബ്ഗാർ ആണ് അബ്ഗാർ സ്കോർ കണ്ടുപിടിച്ചത്. ചോദ്യവുമായി ബന്ധപ്പെട്ട എല്ലാം പറയാണ്. 1952 വിർജീനിയ അബ്ഗാർ ആണ് അബ്ഗാർ സ്കോർ കണ്ടുപിടിച്ചത്. ഒരു കുട്ടിയുടെ വെൽബീയിങ്ങിന് വേണ്ടി 5 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒരു കുട്ടിയുടെ വെൽബീയിങ്ങിന് വേണ്ടി 5 പാരാമീറ്റേഴ്സ് കൊണ്ടുവന്നത്. എപ്പോ നോക്കൂടെ? ഫസ്റ്റ് മിനിറ്റ് ആഫ്റ്റർ ബർത്ത് ആണോ? നോർമൽ ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് മിനിറ്റ് കുട്ടി ജനിച്ച് 1 മിനിറ്റ് നോക്കാറുണ്ടോ? ഉണ്ട്. അവിടെ ഒരു ചോദ്യമുണ്ട്. അബ്ഗാർ സ്കോറിന്റെ മാക്സിമം സ്കോർ എത്രയാ? അബ്ഗാർ സ്കോറിന്റെ മാക്സിമം സ്കോർ 10 ആണ്. അബ്ഗാർ സ്കോറിന്റെ മാക്സിമം സ്കോർ 10ഉം ദ മിനിമം സ്കോർ 0യുമാണ്. അബ്ഗാർ സ്കോറിന്റെ മാക്സിമം സ്കോർ 10ഉം മിനിമം സ്കോർ 0യുമാണ്. സോ നമ്മൾ ചോദ്യത്തിലോട്ട് വരുന്നു. ഇമ്പോർട്ടന്റ് ദ ക്ലിനിക്കൽ പാരാമീറ്റർ ഫോർ അസസിംഗ് ദ ഡിഗ്രി ഓഫ് ഹൈപ്പോക്സിയ അറ്റ് ദ ബർത്ത് എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി റേറ്റ് ആണോ, കളർ ഓഫ് സ്കിൻ ആണോ, ഹാർട്ട് റേറ്റ് ആണോ, മസിൽ ടോൺ ആണോ? എന്തായിരിക്കും ഇവിടെ? ഹൈപ്പോക്സിയ എന്ന് പറയുമ്പോൾ സ്കിന്നിന്റെ കളർ നോക്കുന്നതല്ലേ? അപ്പൊ എന്തായിരിക്കും ഉത്തരം? എന്തായിരിക്കും? ഓപ്ഷൻ ദ ബി അല്ലേ? ഹൈപ്പോക്സിയ എന്ന് പറയുമ്പോൾ സ്കിന്നിന്റെ കളർ ആണ് നോക്കുന്നത് അല്ലെ? സോ ദ കളർ ഓഫ് സ്കിൻ ഈസ് ആൻസർ. വീണ്ടും ചോദിക്കട്ടെ, 5 പാരാമീറ്റർ അബ്ഗാർ സ്കോർ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു കുട്ടിക്ക് മാക്സിമം എന്താണ് 2 വരെ കൊടുക്കാമെങ്കിൽ ഹാർട്ട് റേറ്റ് ആബ്സെന്റ് ആണെങ്കിൽ എത്ര സ്കോർ കൊടുക്കും? ഉത്തരം പറയുക. ഹാർട്ട് റേറ്റ് ആബ്സെന്റ് ആണെങ്കിൽ സ്കോർ 0 അല്ലേ? ഹാർട്ട് റേറ്റ് ആബ്സെന്റ് ആണെങ്കിൽ സ്കോർ 0.
അതേ ഹാർട്ട് റേറ്റ് ദാറ്റ്സ് ദ ലെസ് ദാൻ 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ സ്കോർ 1 കൊടുക്കും. ഹാർട്ട് റേറ്റ് എപ്പോഴും മോർ ദാൻ 100 ബീറ്റ്സ് ആണെങ്കിൽ സ്കോർ 2 കൊടുക്കും. റെസ്പിറേഷനിലോട്ട് പോകുമ്പോൾ സ്കോർ 0 ഇവിടെ കൊടുക്കും. റെസ്പിറേഷൻ ആബ്സെന്റ് ആണെങ്കിൽ ആ ഒരു കുട്ടിക്ക് സ്കോർ 0 അല്ലെ. റെസ്പിറേഷൻ ആബ്സെന്റ് ആണെങ്കിൽ കുട്ടിക്ക് സ്കോർ 0 കൊടുക്കും. സ്ലോ ആൻഡ് ഇറഗുലർ ആണെങ്കിൽ സ്കോർ 1 കൊടുക്കും. നോർമൽ റെഗുലർ ആണെങ്കിൽ സ്കോർ 2 കൊടുക്കും. ഇനി ദ മസിൽ ടോൺ ഫ്ലാസിഡ് ആണെങ്കിൽ സ്കോർ 0. ദ മിനിമം ഫ്ലെക്ഷൻ ഉണ്ടെങ്കിൽ സ്കോർ 1 കൊടുക്കും. ആൻഡ് ദ ഗുഡ് ഫ്ലെക്ഷൻ ആണെങ്കിൽ നല്ല ഫ്ലെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ 2 കൊടുക്കും. റിഫ്ലക്സ് ആബ്സെന്റ് ആണെങ്കിൽ സ്കോർ 0 കൊടുക്കും. ദ മിനിമം റിഫ്ലക്സ് ഉണ്ടെങ്കിൽ സ്കോർ 1 കൊടുക്കും. ആൻഡ് നല്ല ഗുഡ് ഫ്ലെക്ഷൻ ഉണ്ടെങ്കിൽ സ്കോർ 2 കൊടുക്കും. ഇവിടെ സ്കിൻ കളർ ഉണ്ടെങ്കിൽ നല്ല ബ്ലൂ ആണെങ്കിൽ കൂടെ കുട്ടിയുടെ സ്കിൻ കളർ ബ്ലൂ ആണെങ്കിൽ ചോദ്യത്തിലോട്ട് വരുന്നു. Zero of the assessing the degree of hypoxia. അവിടെ ഉത്തരം വന്നെന്താ? കളർ സ്കിൻ അല്ലേ. അപ്പോ എന്താണ്? നല്ല ബ്ലൂ ആണ്